ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വാഴ 2 കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ബിഫോർ ദാറ്റ് വാഴ 1 ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ടു ബി ഹോണസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഴ 1 ആദ്യം കാണാമെന്ന് വിചാരിച്ചു. ഈവൻ തോ ഇതൊരു ഡയറക്റ്റ് കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ പോലും ഐ ജസ്റ്റ് ഹാഡ് ടു വാച്ച് ദ മൂവി ബിക്കോസ് അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അതുകൊണ്ട് ഞാൻ വാഴ 1 കണ്ടു. അതിനുശേഷം നമ്മുടെ ഷോ വരുന്നത് 4:20 സോ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഞാനും അമ്മയും അർജുവും അച്ഛയും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ തന്നെ മഴ പെയ്തു ഗൈസ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് മഴ പെയ്തത്. അങ്ങനെ നമ്മൾ സിനിമ കാണാൻ വന്നത് എവിടെയാണെന്ന് പറയുക, ആശീർവാദ് സിനിപ്ലക്സിലാണ്. സോ നമ്മുടെ പിറവത്ത് ലൈക്ക് ഒരു തിയേറ്റർ വേണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഈവൻ തോ നമുക്കൊരു തിയേറ്റർ ഉണ്ടായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ കുറേ നാളായിട്ട് തിയേറ്റർ ഇല്ലായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മളിവിടെ വന്നു. ലൈക്ക് ലാലേട്ടൻ വന്ന കഴിഞ്ഞ ദിവസമാണ് ഈ തിയേറ്റർ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മളങ്ങനെ വന്നിരിക്കുകയാണ്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ മൂവിയുടെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയാം. അത് ഭയങ്കര രസമായിരുന്നു. ചിരിച്ചിരിച്ച് ചത്തു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ ലൈഫിനെയൊക്കെ അത്ര ഭംഗിയായിട്ട്, അത്ര റിലേറ്റബിൾ ആയിട്ട് അവർ അതിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചിരിച്ചിരിച്ചങ്ങ് ചത്തു. അതിനുശേഷം ഐ വാസ് നോട്ട് പ്രിപ്പയർഡ് ഫോർ ഹൗ മച്ച് ദിസ് വുഡ് ഹിറ്റ് മീ ഗൈസ്. കാരണം ഈ ഒരു മൂവി ദിസ് ആക്ച്വലി ബ്രിങ്സ് ഔട്ട് എ റിയാലിറ്റി ദാറ്റ്സ് ഓൾമോസ്റ്റ് ടു റിലേറ്റബിൾ. ദേ ക്യാപ്ചേർഡ് ദോസ് എക്സൈറ്റ് മൊമെന്റ്സ് എവറി മലയാളി ഹാസ് ഗോൺ ത്രൂ അറ്റ് സം പോയിന്റ് ഇൻ ദെയർ ലൈഫ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഒരു കാര്യം അവിടെ വെച്ചിട്ടുണ്ടായി. ഞാൻ ആ മൂവി കണ്ട് കരഞ്ഞ് ചത്തു ഗൈസ്. കാരണം ഐ ക്രൈഡ് ടെറിബിളി. നിങ്ങൾ വിശ്വസിക്കുമോ അറിയില്ല, എൻ്റെ ജന്മത്ത് ഓർത്തിട്ടില്ല എൻ്റെ തിയേറ്ററിൽ ഇരുന്ന് ഇങ്ങനെയൊക്കെ കരയുമെന്ന്. ബിക്കോസ് ദാറ്റ് മൂവി അത്രയ്ക്ക് എന്നെ ഇമോഷണലി ബ്രോക്ക് ആക്കി. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായോ ഗൈസ്? എനിക്കത് ഞാൻ വല്ലാണ്ടെങ്കിൽ ഇല്ലാണ്ടായി പോയി. അതുകൊണ്ട് തന്നെ ഞാൻ കരഞ്ഞ് മെഴുകിയാണ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. സോ ഇതുവരെ വാഴ 2 കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓൾറെഡി 100 കോടി ക്ലബ്ബിൽ കയറിയ സിനിമയാണ്. സോ ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ് റൈറ്റ് നൗ. അപ്പോൾ അതിനുശേഷം നമ്മൾ KFCയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് KFC മേടിച്ചു. ആൻഡ് അതിനുശേഷം നമ്മൾ മന്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് എ റാപ്പ് ഓൺ ഹൗ ദ ഡേ വെന്റ്. അടുത്ത വ്ലോഗിൽ കാണുന്നത് വരേക്കും ബൈ ഗൈസ്.